സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്ത് നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി അത്താഴത്തിൻ്റെ പരിപാടികളിലേക്ക് കിടക്കണം. ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. അപ്പോഴേ ഉണ്ണിച്ചേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്കിതൊക്കെ വല്ലതും അറിയാൻ പോണേന്ന്. പിന്നെ ഇതൊക്കെ സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി. എൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഉണ്ണിച്ചേട്ടൻ കരുതി കാണും എനിക്കിതൊക്കെ നേരത്തെ ഉണ്ടാക്കാൻ അറിയാമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. യൂട്യൂബിൽ 2-3 വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തു. കാരണം പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഉള്ളൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഞാൻ ആ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നത് വല്ലതും നടക്കുമോടേ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ എന്താ അവസാനം അടിപൊളി സെറ്റായി. ഉണ്ണിച്ചേട്ടൻ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, നിനക്കിതൊക്കെ അറിയാമായിരുന്നു അല്ലേ എന്ന്. അപ്പം നമുക്കൊരു സുഖം കേൾക്കുമ്പം എന്നാൽ പിന്നെ ഫ്രൈഡ് റൈസും കൂടെ ആക്കിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഫ്രൈഡ് റൈസിനുള്ള പരിപാടിയിലേക്ക് തുടങ്ങി. മുട്ട ഫ്രൈഡ് റൈസാണേ. അപ്പം അതിനുള്ള മുട്ടയൊക്കെ ചിക്കിയെടുത്തു. പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടു. അപ്പം ചെറിയ പാത്രം ആയതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ ഒരുമിച്ചിട്ടുണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ആ പാത്രത്തിൽ ഉണ്ടാക്കിയത്. അങ്ങനെ എന്തായാലും ഫ്രൈഡ് റൈസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി. പിന്നെ കുറേ പാത്രങ്ങൾ, അപ്പോൾ തന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പം പാത്രം എല്ലാം കഴുകി വെച്ചു. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിക്കായിരുന്നു. അപ്പം ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു കേട്ടോ, കൊള്ളാൻ കേട്ടോ, അത് തിരക്കേടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും സന്തോഷമായി. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുകയാണല്ലോ. അത്രയേ ഉള്ളൂ. സെറ്റാ. ബൈ. സീ യു.